ഏറെ സന്തോഷമുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് നമ്മൾ ഈ കുളം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും രാവിലെ വന്ന് കുളിക്കുവാൻ, രാവിലെ എന്നല്ല ഏത് സമയത്തും വന്ന് കുളിക്കുവാനും, അതുപോലെ തന്നെ നമുക്കറിയാം നീന്തലറിയാത്ത ഒരുപാട് കുട്ടികൾ ഈ സമയത്തിനുള്ളിൽ ഇവിടെ നീന്തൽ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനിയും നീന്തൽ അറിയാത്ത, പ്രത്യേകിച്ച് പേടിച്ച് ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്ത കുട്ടികൾ ഒരുപാട് നീന്തൽ പഠിക്കാൻ ഇനിയും ബാക്കിയുണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് MLA പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് മുതുവല പഞ്ചായത്തും കൂടെ സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ നീന്തൽ പരിശീലനം നടത്താം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. MLA ഒരു പദ്ധതിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കുളം എങ്ങനെയാണോ നേരേക്ക് അതുപോലെ തന്നെ പദ്ധതിയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും നീന്തൽ അറിയുന്ന ഒരു തരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ക്രിയാത്മകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA വളരെ സ്നേഹത്തോടുകൂടി ഈ നാടിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആനന്ദേച്ചിയാണ്. ആനന്ദേച്ചിയെ ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. വേദിയിലെ നമ്മുടെ ഈ നീന്തൽ പരിശീലന പരിപാടി ഓളം എന്ന പദ്ധതിയുമായിട്ട് ഭാഗമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട MLA, അതുപോലെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും നമ്മുടെ നാട്ടിൽ നമ്മളോട് യോജിച്ച് പ്രവർത്തിക്കുന്ന പ്രിയമുള്ളവരെ, ഏറ്റവും കുട്ടികളെ, ഈ കുളം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കുളം ഇങ്ങനെ ഒന്ന് നന്നായി കിട്ടുക എന്നുള്ളത്. നന്നായി കിട്ടിയപ്പോൾ ഈ പറഞ്ഞ പോലെ പലരും അന്ന് തന്നെ ചോദിച്ചതായിരുന്നു നീന്തൽ പഠിക്കാൻ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ നമ്മൾ ഒറ്റ വാക്കിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ പരിശീലനമൊന്നും ഇല്ലാത്ത ആളുകൾ നീന്തൽ പഠിപ്പിച്ചാൽ അതുകൊണ്ട് ഉണ്ടാവുന്ന വൈഷമ്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളും അത് പലരുമായി പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ദിവസം MLA പറയുകയാണ്, ഇങ്ങനെ കുറേ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, പരിശീലകരെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എന്നോട് അതിൻ്റെ മുന്നേ പലരും ട്രോമാക്കറൊക്കെ ബന്ധപ്പെട്ട പലരും എന്നോട് ഞങ്ങൾ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഏത് നേരവും കുളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കാനോ ശ്രദ്ധിക്കാനോ സമയം ഉണ്ടായില്ല. അപ്പോൾ അതൊരു പദ്ധതിയായി പോയാലാണ് അതിനൊരു കെയർ ഉണ്ടാവുള്ളൂ എന്നുള്ള അടിസ്ഥാനത്തിലാണ് MLA പറഞ്ഞപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിലെ തന്നെ എല്ലാ കുട്ടികളും നീന്തൽ അറിയാത്ത ഒരു കുട്ടി പോലും ഇനി ഉണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഉണ്ടാവരുത്, ഞാനതൊരു പദ്ധതിയായിട്ട് തന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് അറിയിച്ചു. അതിന് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കിപ്പോഴാണ് അതിന് സാധ്യമായത്. കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുന്നേ നടക്കേണ്ടതായിരുന്നു ഉദ്ഘാടനം. ചെറിയ തടസ്സം കാരണം നമുക്കത് ഇന്നേക്ക് മാറ്റി. എന്നാലും മോശമില്ല, ഈ നാട്ടിലെല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെയുള്ളൊരു പ്രത്യേകത അതാണ്, നമ്മൾ എന്ത് ഏറ്റെടുത്താലും അതെല്ലാം നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഇതാണ്. അതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നീന്തൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നീന്തൽ അറിഞ്ഞാലും ഒരാളെ രക്ഷപ്പെടുത്താൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നീന്തൽ അറിഞ്ഞ ആളുകൾ മരണപ്പെടുന്നത് പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ എടുത്തു ചാടി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോഴാണ്. ശാസ്ത്രീയമായി എങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ നോക്കുക എന്ന് നമ്മൾ പഠിക്കണം. വെള്ളം നല്ല സുന്ദരമാണ്, നല്ല സുഖമാണ്, അത്യാവശ്യം നീന്തി പോകാനൊക്കെ അറിയുന്നവർക്കും നല്ല രസമാണ്. പക്ഷെ അതിന്റെ നടുവിൽ വെച്ച് പെട്ടെന്ന് തളർന്നു പോയാൽ ചിലപ്പോൾ തണുപ്പുണ്ടാവും രാവിലെ, നമ്മൾ പ്രതീക്ഷിക്കില്ല. കുറച്ചു നേരം നീന്തി കുറച്ച് കഴിയുമ്പോഴായിരിക്കും മേലൊക്കെ നമുക്ക് കൊച്ചി പിടിച്ച് തണുപ്പായിട്ട് ചിലപ്പോൾ മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ വന്നാലും അപകടം സംഭവിക്കാം. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ജലസാക്ഷരത എല്ലാവർക്കും വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. അതിന് ഇവിടെ ചെറിയ സംവിധാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവിടെ സുന്ദരനും അതുപോലെ തന്നെ മറ്റു പലരും, അദ്ദേഹത്തിൻ്റെ വൈഫും എല്ലാവരും ഇവിടെ സജീവമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും അതൊരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ സംവിധാനിക്കുക. പിന്നെ മാത്രമല്ല, ഇതിൽ കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മത്സരത്തിനടക്കം പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകൃതമായ സർട്ടിഫിക്കറ്റും കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയണം. നീന്തൽ അറിഞ്ഞ എല്ലാവർക്കുമല്ല, അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളൊരു ടെസ്റ്റ് വെച്ച് ആ ടെസ്റ്റിൽ പാസ്സാകുന്നവർക്കാണ് അത് കിട്ടുക. ഒപ്പം തന്നെ പരിശീലകരായിട്ട് ഇവിടെ വളരെ കുറച്ച് ആളുകളാണ് പരിശീലകരായിട്ടുള്ളത്. ട്രോമ കെയർ ഒക്കെ സഹായിക്കുന്നുണ്ട്, സിവിൽ ഡിഫൻസ് ഉണ്ട്, ഫയർ ഉണ്ട്. പക്ഷേ അത് പോരാ. ഈ പ്രദേശത്തുള്ള
ചുരുങ്ങിയത് ഒരു 5 പുരുഷന്മാരും 5 സ്ത്രീകളും വളരെ നന്നായി നീന്തൽ പഠിച്ച് ട്രെയിനിങ് കൊടുക്കാനുള്ള ആളുകൾ ചുരുങ്ങിയത് ഈ പ്രദേശത്തുണ്ടാവും. അതുണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യം അങ്ങനെ ട്രെയിനർമാർ ഉണ്ടാക്കുക കൂടിയാണ്. പിന്നെ ഇവിടെ നടക്കുന്ന പരിപാടി വെറുതെ വന്ന MLA പോയി 2 വാക്ക് സംസാരിച്ച് പോയി എന്നതല്ല. അത്യാവശ്യം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ വിതരണം ചെയ്യും. അതൊരു സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബോധവൽക്കരണമാണ്. പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, ആരെങ്കിലും ഒരു രക്ഷിതാക്കൾ ഇല്ലാതെ കുട്ടികളെ പരിശീലിപ്പിക്കരുത്. കാരണം ഒരു രക്ഷിതാവെങ്കിലും വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ നീന്തൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു എന്നൊക്കെ വരും. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോ അയ്യോ കുട്ടി മുങ്ങി അങ്ങനെയായി ആകെ വിഷയവും ചിലപ്പോൾ. മാത്രമല്ല ചില കുട്ടികൾക്ക് ഫിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടാവും. ഇത് നമുക്കറിയില്ല. അത് മുൻകൂട്ടി അറിഞ്ഞാൽ അതിനനുസരിച്ചാണ് പരിശീലനം നടത്താൻ പറ്റുക. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തണം. പരിശീലകർക്ക് ഒരു പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും ശാസ്ത്രീയമായി നമുക്കറിയാം, ഇപ്പോൾ ടർബു കഴിഞ്ഞ ഉദ്ഘാടനത്തിലുണ്ടായിരുന്നു. ഏറ്റവും വലിയ നീന്തൽ താരമാണ്. അതുപോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പരിശീലകർക്ക് ഏറ്റവും ശാസ്ത്രീയമായി അതിൻ്റെ പരിശീലനം കൂടി നൽകാൻ ഈ പദ്ധതിയുടെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ട്.